ആയുർവേദത്തിൽ രോഗങ്ങളും പൂർവ്വജന്മവുമായിട്ട് ബന്ധമുണ്ട്. ചില രോഗങ്ങളെപ്പറ്റി പറയുമ്പോൾ കുഷ്ഠം, മഹാരോഗങ്ങൾ, വാദം തുടങ്ങിയിട്ടുള്ള രോഗങ്ങളെപ്പറ്റി പറയുമ്പോൾ അതെല്ലാം പൂർവ്വജന്മവുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ പൂർവ്വജന്മത്തിൽ ചെയ്ത ഒരു അപരാധമാണ് ഈ പ്രമേഹം എന്നെ ബാധിക്കാൻ കാരണം. അപരാധം എന്ന് പറഞ്ഞാൽ പരസ്ത്രീ ഗമനം. അപരാധവും കൂടെ അങ്ങ് പറഞ്ഞേക്കാം, പരസ്ത്രീ ഗമനം. അപ്പോൾ ഈ പൂർവ്വജന്മം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. ചിലപ്പോൾ ഈ പൂർവ്വജന്മം എന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത ജന്മം നമ്മൾ ചിന്തിക്കും. ഇപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഉറങ്ങാൻ പോകുമ്പോൾ എന്നോ എൻ്റെ ജീവിതത്തിൽ എന്നോ ഉണ്ടായ ഒരു അനുഭവമായിരിക്കും ഞാൻ സ്വപ്നത്തിൽ കാണുന്നത്. പറഞ്ഞില്ലേ, ദുഃഖം, കരയുക, അതൊരു നല്ല സാധനയാണ്, നല്ല സാധനയാണ്. എൻ്റെ പലതും കിട്ടിയിട്ടുള്ളത് എൻ്റെ ഈ കരച്ചിൽ നിന്നാണ്. ആരും കാണാതെ കരച്ചിൽ നിന്നാണ്. ഈ ഭീതി, ഭയം ഒരു നല്ല സാധനമാണ്. ഭയം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന നല്ല സാധനം. ആയുർവേദത്തിൽ രോഗങ്ങളും പൂർവ്വജന്മവുമായിട്ട് ബന്ധമുണ്ട്. ചില രോഗങ്ങളെപ്പറ്റി പറയുമ്പോൾ കുഷ്ഠം, മഹാരോഗങ്ങൾ, വാദം തുടങ്ങിയിട്ടുള്ള രോഗങ്ങളെപ്പറ്റി പറയുമ്പോൾ അതെല്ലാം പൂർവ്വജന്മവുമായിട്ട് ബന്ധമുണ്ട്. വാദവ്യാധി, അശ്മരി, കുഷ്ഠം, പ്രമേഹം തുടങ്ങിയിട്ടുള്ള രോഗങ്ങളെപ്പറ്റി പറയുമ്പോൾ പൂർവ്വജന്മവുമായി ബന്ധമുണ്ട്. പൂർവ്വജന്മത്തിലെ ദോഷങ്ങളാണ് ഇതിന് കാരണമെന്ന് പറയുന്നുണ്ട്. എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഏതാണ്ട് 28 വയസ്സുള്ളപ്പോൾ തുടങ്ങിയതാണ് പ്രമേഹം. അന്ന് പ്രമേഹ രോഗികൾ വളരെ കുറവാണ്. ഇപ്പോൾ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതെന്താ ഇങ്ങനെ വരാൻ കാരണമെന്നിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഞാൻ പൂർവ്വജന്മത്തിൽ ചെയ്ത ഒരു അപരാധമാണ് ഈ പ്രമേഹം എന്നെ ബാധിക്കാൻ കാരണം. അപരാധം എന്ന് പറഞ്ഞാൽ പരസ്ത്രീ ഗമനം. അപരാധവും കൂടെ അങ്ങ് പറഞ്ഞേക്കാം, പരസ്ത്രീ ഗമനം, അല്ലെങ്കിൽ ബ്രാഹ്മണ സ്ത്രീ ഗമനം, പരസ്ത്രീ ഗമനം. അതറിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് പ്രമേഹത്തിൻ്റെ ഏതാണ്ട് ഒരു 10-30 വർഷം കഴിഞ്ഞു. 35 വർഷത്തോളമായി. പിന്നെ അതിന് പരിഹാരമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് അനുഭവിച്ച് ബാക്കി കാലം തീരുക. ഇതിൽ ഞാൻ അറിഞ്ഞ ഇടത്തോളം നിരപരാധികളും ഈ ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഫലം അനുഭവിക്കുന്നുണ്ട്. അതെനിക്ക് വന്നപ്പോൾ തന്നെ ഞാനൊന്ന് കണ്ടതാണ്, അല്ലാതെ ഞാൻ ചുമ്മാ അത് ഉദ്ദേശിച്ച് പറയുന്നതല്ല. എനിക്ക് പ്രമേഹം വരുമ്പോൾ ഇന്ന് 60%, 80% ഉള്ള പ്രമേഹമൊന്നും ഇല്ല. അന്നൊരു 5%, 2%, 3%, 10%-ന് മേളിലില്ല പ്രമേഹം. അങ്ങനെ ഇരിക്കെ എനിക്ക് പ്രമേഹം വന്നപ്പോൾ, ഡയബറ്റീസ് വന്നപ്പോൾ ഞാൻ കിടന്ന് ഇതിൻ്റെ വിഷമം കൊണ്ട് ഒരുപാട് കരഞ്ഞപ്പോഴാണ് അറിയുന്നത്, നീ പൂർവ്വജന്മത്തിൽ പരസ്ത്രീഗമനം ചെയ്തുണ്ടായ പാവം, അതുമൂലം ബ്രാഹ്മണ ശാപം ഉണ്ടായി. ആ ശാപമാണ് നിൻ്റെ ഈ രോഗത്തിന് കാരണം. അത് നിന്നെ കൊണ്ട് അനുഭവിച്ച് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയൊരു 3 വർഷത്തിനുള്ളിൽ ആ പാപം പങ്കുവെക്കപ്പെടും. കുറേ കഴിഞ്ഞു, ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പതുക്കെ എല്ലായിടവും ആയി തുടങ്ങി. പ്രമേഹത്തിൻ്റെ ഒരു ജനങ്ങളിലൊരു 80% പ്രമേഹമാകേണ്ട ഗതിയിലേക്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അനുഭവിക്കുന്ന പ്രമേഹം എൻ്റെ പാവമാണെന്ന് ഞാനങ്ങോട്ട് തീർത്തും പറയുന്നില്ല. അതുമായിട്ട് അവരവരുടെ കർമ്മബന്ധങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ കണ്ട കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓരോരുത്തരും അതുമായിട്ട് ബന്ധപ്പെട്ട സാധനകൾ ചെയ്താൽ സാധനകൾ ചെയ്യുകയോ അവരവരുടെ പറഞ്ഞില്ലേ, ദുഃഖം, കരയുക, അതൊരു നല്ല സാധനയാണ്, നല്ല സാധനയാണ്. എൻ്റെ പലതും കിട്ടിയിട്ടുള്ളത് എൻ്റെ ഈ കരച്ചിൽ നിന്നാണ്. ആരും കാണാതെ കരച്ചിൽ നിന്നാണ്. ഈ ഭീതി, ഭയം ഒരു നല്ല സാധനയാണ്. ഭയം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന നല്ല സാധനമാണ്. അതുപോലെ നല്ലൊരു സാധനമാണ് കരച്ചിൽ. അത് കാണാൻ ക്രിസ്ത്യാനികൾ എടുത്തിരിക്കുന്നത്. കരഞ്ഞ് പ്രാർത്ഥിക്കുക. കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഫലം കൂടുതൽ ഉണ്ടാകുമെന്നാണ്. കരച്ചിലൊരു നല്ല സാധനമാണ്. അതിലാണ് പല സത്യങ്ങളും നമുക്ക് തെളിഞ്ഞു കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയത് ഒന്ന് ഇതാണ്. പിന്നെ എനിക്ക് വേറെ വലിയ രോഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മറ്റ് രോഗങ്ങളെപ്പറ്റി എനിക്കറിയില്ല. എന്നാലും പലരും വരുമ്പോഴും പല തീരാ രോഗങ്ങളും കാണുമ്പോഴും ഞാൻ അവരോട് അന്വേഷിക്കാറുണ്ട്. അവരുടെ പൂർവ്വജന്മത്തിൽ അവർ ചെയ്തേക്കാവുന്ന ദോഷങ്ങൾ ഇന്നതൊക്കെയാണോ, അതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അവർ ഏതാണ്ട് അതുമായിട്ട് അനുകൂലമായ ഒരു മനസ്സിനൊരു തോന്നൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയാറുണ്ട്. കാരണം എനിക്ക് ഈ ഒരു അറിവുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ദാനം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് പോയി ചികിത്സയുടെ ഭാഗമായിട്ട് എടുക്കണ്ട, നിങ്ങൾ ചെയ്തോളൂ, നല്ലതായിരിക്കും എന്ന് പറയാറുണ്ട് ഞാൻ.
ചിലരോടെങ്കിലും അങ്ങനെയുള്ള തീക്ഷ്ണ രോഗങ്ങളുള്ളവരോട് പറയാറുണ്ട്. എന്തായാലും ഈ നമ്മളുടെ ഒരു പനി പിടിച്ചത് പൂർവ്വജന്മത്തിലെ പനി പിടിക്കാൻ മഴ നനഞ്ഞുകൊണ്ടല്ല. ഒരു വയറ്റിളക്കം വന്നത് പൂർവ്വജന്മത്തിൽ ആർക്കെങ്കിലും വയറ്റിളക്കം വരുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് വയറ്റിളക്കം വന്നതുകൊണ്ടോ അല്ല. സ്ഥായിയായ അസുഖങ്ങൾ വരുന്നത് പൂർവ്വജന്മത്തിലെ കർമ്മഫലമായിട്ട് തന്നെയാണ്. അത് പറയാൻ വേണ്ടിയാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. പിന്നെ പൂർവ്വജന്മത്തിൽ നമുക്കുണ്ടാകുന്ന സുഖ ദുഃഖങ്ങൾ, നമ്മൾ ഒരാൾ നന്നായി പഠിച്ചു, 10ാം ക്ലാസ് നല്ല രീതിയിൽ പാസ്സായി, 12 നല്ല രീതിയിൽ പാസ്സായി, ഒരാളുടെ അനുഭവമാണ് ഞാൻ പറയുന്നത്. MBBS നല്ല രീതിയിൽ MBBS അല്ല, എൻജിനീയറിംഗ് നല്ല രീതിയിൽ പാസ്സായി, IAS ടോപ്പ് റാങ്കിൽ പാസ്സായി, പക്ഷേ അയാൾക്ക് സുഖം മാത്രം കിട്ടിയിട്ടില്ല. ഇതേപോലെ പരീക്ഷ മാത്രമേ വ്യത്യാസമുള്ളൂ. എത്രയെത്ര പേരുണ്ട് ഇതേപോലെ അനുഭവിക്കുന്നവർ. എനിക്കറിയാവുന്ന ചിലരുണ്ട്, നല്ല രീതിയിൽ പഠിച്ചു, നല്ല രീതിയിൽ ജോലി ചെയ്തു, പക്ഷേ ജീവിത സുഖം ലഭ്യമായില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത സുഖമാണ്. ചിലർ പഠിക്കാനും മോശമാണ്, സാമ്പത്തികമായിട്ടും ഉന്നതിയിലെത്താൻ നിവൃത്തിയില്ല, പക്ഷേ അവരുടെ ജീവിതം ഗ്രാൻഡ് ടോട്ടലായിട്ട് പൊതുവെ എല്ലാം കൂടെ നോക്കിയാൽ സുഖപ്രദമായിരിക്കും. ഇതെല്ലാം പൂർവ്വജന്മത്തിൽ നിന്ന് വരുന്നതാണ്. ഈ പറഞ്ഞതെല്ലാം പൂർവ്വജന്മത്തിൽ നിന്ന് വരുന്നതാണ്. ആ ജന്മത്തിൽ വെച്ച് ചിലരെ കാണാം ഒരുപാട് അധിക്ഷേപങ്ങൾ അയാളെപ്പറ്റി പറഞ്ഞുണ്ടാക്കുന്നുണ്ടാകും, ആരെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെങ്കിലും. അതിനകത്തൊന്നും ചിലപ്പോൾ വാസ്തവം കാണത്തില്ല, പക്ഷേ അയാൾ ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആ പീഡിപ്പിക്കപ്പെടാൻ കാരണം ആ പൂർവ്വജന്മത്തിൽ അയാൾ ആക്ഷേപം കേട്ട വ്യക്തിയുമായിട്ട് കണ്ടതാണ് ആ കാരണം. അയാൾ ഈ ജന്മത്തിലൊന്നും ചെയ്തിട്ടല്ല. അപ്പോൾ ആ എനർജി പരസ്പരം ട്രാൻസ്മിറ്റ് ചെയ്യുക വഴി അത് അനുഭവത്തിലായി. ഇതാണ് അതിന് കാരണം. അപ്പോൾ ഈ പൂർവ്വജന്മം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. ചിലപ്പോൾ ഈ പൂർവ്വജന്മം എന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത ജന്മം നമ്മൾ ചിന്തിക്കും. ഇപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ എന്നോ എൻ്റെ ജീവിതത്തിൽ എന്നോ ഉണ്ടായ ഒരു അനുഭവമായിരിക്കും ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് പൂർവ്വജന്മവും നമ്മുടെ ജന്മവുമായിട്ട് ബന്ധം. ഏതോ ഒരു ജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ചിലപ്പോൾ ഈ ജന്മത്തിലായിരിക്കും അനുഭവിക്കുക. അത് ഏതോ ജന്മത്തിലായിരിക്കും. ചിലപ്പോൾ 1000 വർഷം മുമ്പോ 500 വർഷം മുമ്പോ ഉണ്ടായതായിരിക്കും. അല്ല, തൊട്ട് തലേ ജന്മത്തിലെ അല്ല അനുഭവിക്കുന്നത് പലതും. അങ്ങനെ ചിന്തിക്കുന്നുണ്ട് പലരും ഉണ്ട്. ഞാൻ കഴിഞ്ഞ ജന്മത്തിലൊന്നും ചെയ്ത് കാണത്തില്ല, ഇന്നാര് പറഞ്ഞല്ലോ ഞാൻ ഇന്നടത്താണ് ജനിച്ചതെന്ന്. ശരിയായിരിക്കാം, അല്ലെ തെറ്റായിരിക്കാം. തൊട്ടടുത്ത ജന്മത്തിലെ അല്ല ഇത് വരിക. അപ്പോൾ സ്വപ്നം കാണുന്ന പോലെ തന്നെയാണ് നമ്മൾ സ്വപ്നം കാണുന്ന ഒരു വലിയ പ്രശ്നങ്ങൾ തൊട്ട് തലേന്നുണ്ടായ സംഭവമല്ല. വളരെ ചിലപ്പോൾ വർഷക്കണക്കിന് മുമ്പുണ്ടായ സംഭവമായിരിക്കും അന്നേരം ബ്രെയിനിലത് റിക്കളക്ട് ചെയ്ത് വന്ന് സ്വപ്നമായി നമുക്ക് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് പുനർജന്മങ്ങളും അല്ലേ പൂർവ്വജന്മങ്ങളും. എന്നോ ചെയ്ത് കൂട്ടിവെച്ചതാണ് എന്നാണെന്നറിയില്ല, പക്ഷേ അതിൻ്റെ കെട്ടഴിഞ്ഞു വരുന്നത് ഇപ്പോഴാണ്. കഴിഞ്ഞ ജന്മമൊക്കെ നമ്മൾ വളരെ നല്ല സൂപ്പറായിട്ട് നന്മയോടുകൂടി നല്ലപോലെ ആൾക്കാരെ സഹായിച്ച് നന്മ മാത്രം ചെയ്ത് ഒക്കെ ആയിരിക്കും. പക്ഷേ അടുത്ത ജന്മത്തിൽ അങ്ങനെ ആകണമെന്നില്ല. കാരണം അതിന് 4-5 ജന്മത്തിന് മുമ്പുള്ളത് അയാൾ അനുഭവിച്ച് തീർത്തിട്ടില്ല. അതവിടെ ബാലൻസ് കിടക്കുന്നതേ ഉള്ളൂ, ബാങ്ക് ബാലൻസ് പോലെ. ആ ബാലൻസ് ആയിരിക്കും ഈ ജന്മത്തിൽ അയാൾ അനുഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ ജന്മങ്ങളിലും ഏത് ജന്മം ഉണ്ടെങ്കിലും നമ്മൾ പൂർവ്വജന്മങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നെന്നും അതിലെവിടെങ്കിലുമൊക്കെ അപാകതകൾ ഒരുപാടുണ്ടായിട്ടുണ്ടാകുമെന്നും നമ്മൾ ചിന്തിച്ച് അതിനുള്ള പരിഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മളെപ്പോഴും നമ്മൾ ശുദ്ധനായിരുന്നു, ഈ ജന്മത്തിൽ ശുദ്ധനായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒരു പാവവും ഉണ്ടായിട്ടില്ല എന്ന് ചിന്തിക്കുന്നത് മഹാ അബദ്ധമാണ്. നമ്മൾ ഏതെങ്കിലും ജന്മങ്ങളിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാകും എന്ന് കരുതുക തന്നെ വേണം. അതാണ് സത്യവും. അത് ഏത് സമയവും ഇത് കിളിർക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കിളിർത്താൽ നമ്മൾ അനുഭവിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരം അനുഭവങ്ങളെ എന്നോ ചെയ്ത ആയാലും ഇപ്പം ചെയ്തതായാലും ഈ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതായാലും അനുഭവങ്ങളെ, ആ ലിങ്കുകളെ അറുത്ത് കളയാൻ വേണ്ട സാധനകളോ ഭക്തിയോ ദാനങ്ങളോ അല്ലെ മറ്റെന്തെങ്കിലുമോ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയാലോ അത് അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചു തോന്നിയാലോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.